ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. നമ്മുടെ ഹോണ്ടയുടെ യൂണിക്കോൺ 150cc. അത് നമുക്ക് ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റണം. വണ്ടി നമ്മൾ ട്രയൽ അടിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ചെയിൻ്റെ ഭാഗത്തുനിന്നോ നല്ല രീതിയിൽ ശബ്ദ വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക് ഒരൽപ്പം കുറവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈനറൊക്കെ ഇതിൽ കിടക്കുന്ന കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ്. പക്ഷേ ലൈനർ ഉപയോഗിച്ച് തീർന്നിട്ടുണ്ട് മാക്സിമം. പിന്നെ അതേപോലെ ചെയിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോഴായാലും ചെയിൻ സ്പോക്കറ്റ് മാക്സിമം വലിഞ്ഞെത്തിയിട്ടുണ്ട്, നമുക്ക് വലിക്കാനില്ലേന്. പിന്നെ അതേപോലെ ചെയിനിൻ്റെ സ്പോക്കറ്റിൻ്റെ ബാക്ക് സൈഡൊക്കെ നോക്കുമ്പോൾ ഇത്രയും ലാപ്പിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഇത്രയും ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ ചെയിൻ ടൈറ്റ് ചെയ്ത് കൊള്ളിച്ചാലും, അതായത് ഇപ്പോൾ ഓൾറെഡി വലിക്കാന്ന് ഒരു നിസ്സാരം എങ്ങനെ വലിച്ചാൽ കിട്ടുള്ളൂ, എങ്ങനെ ടൈറ്റ് ചെയ്താലും ആ സൗണ്ട് നമുക്ക് മാറില്ല. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റിയാൽ തന്നെയാണ് അത് ആ ഭാഗം ക്ലിയർ ആയിട്ട് പോകുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്ക് ചെയിൻ സ്പോക്കറ്റ് മാറുമ്പോൾ 2 സ്പോക്കറ്റും ചെയിനും കൂടിയിട്ടാണ് നമുക്ക് കിറ്റായിട്ടാണ് വരെ. ഏകദേശം ഒരു 1500 1200 താഴെ അതിന് കോസ്റ്റ് വരും, പാർട്സ് മാത്രം കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ ലൈനറിൻ്റെ കേസ് പറഞ്ഞു. അപ്പോൾ ലൈനറും മാറ്റി വീലിൻ്റെ ഈ റബ്ബറുകൾ കൂടി ചേഞ്ച് ചെയ്താണ് ഈ ബാക്ക് സൈഡ് ആ വർക്ക് അവിടെ കംപ്ലീറ്റ് ആയി പോയിക്കോളും. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നോക്കുന്നുണ്ട്. എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിന് വലിയ പഴക്കമില്ലാത്ത ഫിൽറ്ററാണ് കിടക്കുന്നത്. പക്ഷേ കമ്പനി ഫിൽറ്ററൊന്നുമല്ല, ഒറിജിനൽ ഫിൽറ്ററല്ല, പക്ഷേ എങ്കിൽ കൂടി വലിയ പഴക്കമില്ല. പിന്നെ നമ്മളതിൻ്റെ പൊല്യൂഷൻ്റെ ഭാഗവും നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രോ കാർബണിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അതായത് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തുനിന്ന് ഓയിൽ മൈന്യൂട്ടായിട്ട് കയറി കത്തിപ്പോകുന്ന ഇത് കാണിക്കുന്നുണ്ട്. കാരണം ഞാൻ വന്ന പുകയിൽ ഓയിലിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പൊല്യൂഷൻ എടുക്കാൻ നോക്കിയാലും കിട്ടണില്ല. കാരണം ഞാൻ അളവ് കൂടുതലായതുകൊണ്ട് നമുക്കത് പാസ്സായി കിട്ടില്ല. നമുക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഹെഡിൻ്റെ പോർഷൻ നമ്മൾ അഴിക്കണം. എന്താണ് അതിൻ്റെ ഡാമേജ് വന്നേക്കണമെന്ന് ആ ഭാഗം ക്ലിയർ ചെയ്തിട്ട് റീസെറ്റ് ആക്കിയിട്ട് വേണം പൊല്യൂഷൻ എടുക്കാനായിട്ട്. ഓൾറെഡി അളവ് കൂടുതലാണ്, അപ്പോൾ അത് പൊല്യൂഷൻ പാസ്സായി കിട്ടില്ല എന്തെങ്കിലും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ നമുക്ക് വേണമെങ്കിൽ തൽക്കാലം അത് ക്ലീൻ ചെയ്ത് ഇടാം. എന്തായാലും നമുക്ക് എഞ്ചിൻ ഹെഡിൻ്റെ പോർഷനൊക്കെ കഴിക്കണ കൂട്ടത്തിൽ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും, മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ കൂട്ടത്തിൽ ഒരുമിച്ച് മാറ്റിയാലും മതി. പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററി ഇതിൽ ഇരിക്കുന്ന ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. 2022 മോഡൽ ബാറ്ററിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അത് യൂണിക്കോണിന് വന്നത് ശരിക്കും 12 വോൾട്ട് 7 ആമ്പിയർ എന്ന ബാറ്ററിയാണ് യൂണിക്കോണിന് വരാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ വോൾട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. വോൾട്ടൊക്കെ നമുക്ക് മാക്സിമം വോൾട്ട് കിട്ടുന്നുണ്ട്, 13 വോൾട്ട് വന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റിൽ കൊടുത്തിട്ട് കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഇതിനകത്ത് കൃത്യമായിട്ട് കാണിക്കും. അപ്പം നിലവിൽ ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 2022 ബാറ്ററിയാണ്, ഏകദേശം 2 വർഷത്തോളം പഴക്കമായിട്ടുണ്ടെങ്കിൽ കൂടി നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അത് ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ വണ്ടി സെൽഫ് എടുക്കുന്നുണ്ടായില്ല. അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കാർബൺ തീർന്നു പോയതാണ്. അപ്പോൾ ഒരിക്കൽ ഇതേപോലെ കംപ്ലയിൻറ്റ് വന്നിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം കംപ്ലയിൻറ്റ് റെഡി ആക്കിയേക്കണതാണ്, നമുക്കൊന്നുകൂടി റിപ്പയർ ചെയ്തെടുക്കാം. പക്ഷേ അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഈ ആർമേച്ചറിൻ്റെ ഈ പോർഷനൊക്കെ നോക്കണം. നമ്മൾ വന്ന ടെർമിനൽ ബ്രഷ് പിടിക്കുന്ന ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഭാഗത്തൊക്കെ അത്യാവശ്യം തേമാനമുണ്ട്. അപ്പോൾ നമ്മളത് ക്ലിയർ ചെയ്തെടുത്താലും സെൽഫ് മോട്ടോർ വർക്ക് ചെയ്യും, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമുക്കത് സെൽഫ് അടിക്കുന്ന സമയത്തൊക്കെ ചെറിയൊരു മൂളിച്ച സൗണ്ട് ഉണ്ടാവും. ആ സെൽഫിൻ്റെ ടൈമിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ചെറിയൊരു സൗണ്ട് ഉണ്ടാവും തരും. മോട്ടോർ റെഡിയാക്കി എടുക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ക്ലച്ചിൻ്റെ കേബിളും ആക്സിലേറ്ററിൻ്റെ കേബിളും ചേഞ്ച് ചെയ്തിട്ടുണ്ടാണ്. ക്ലച്ച് കേബിൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ലെങ്ത്ത് കൂടുതലുള്ള ടൈപ്പ് കേബിൾ ഒന്നുകൊണ്ട് തന്നെ ഇവിടെ ഒടിഞ്ഞ് കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കേബിളല്ല തെറ്റാണ്. സാധാരണ ഇതിൻ്റെ കേബിളാണെങ്കിൽ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള കണ്ടീഷൻ അത് കയറി കിടക്കും. ഇത് വേറെ ഏതൊരു കേബിൾ ഇട്ടാണ്, വേറെ ഏതോ വണ്ടിയുടെ കേബിൾ ഇട്ടാണ്. അപ്പോൾ അത് വെച്ചാൽ ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് തന്നെ ഹാൻഡിൽ തിരിയണ റൊട്ടേഷൻ വന്ന ഭാഗത്ത് ഇവിടെത്തുമ്പോൾ ഒടിഞ്ഞോണായി പോകണം. അപ്പോൾ അത് നമുക്ക് ക്ലച്ച് ലോഡായിട്ട് ഓടിക്കഴിഞ്ഞാൽ ക്ലച്ച് ഡിസ്കിനൊക്കെ ഡയറക്റ്റ് ബാധിക്കാനാണ്. അപ്പോൾ അത് കൈയോടെ എടുത്ത് കളയാട്ടോ. പിന്നെ അതേപോലെ ആക്സിലേറ്ററിൻ്റെ കേബിളിൻ്റെ കേസ് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഔട്ടർ പൊട്ടി നിൽക്കാം. ഇവിടെ നോക്കുമ്പോൾ അറിയാം ഔട്ടർ പൊട്ടിയിട്ട് ഓൾറെഡി വെള്ളം കയറുന്നുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടിയും എടുത്ത് മാറ്റുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, കുഴപ്പമൊന്നുമില്ല. കാലിപ്പറിൻ്റെ ബ്രാക്കറ്റ്, അതായത് ഡിസ്ക് ബ്രേക്കിൻ്റെ കാലിപ്പർ ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റാം. തൽക്കാലം ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ വർക്കിംഗ് ആയാലും ചെക്ക് ചെയ്യുമ്പോൾ വേറെ കംപ്ലൈൻ്റ് ആയിട്ട് തോന്നണമെന്നില്ല. പിന്നെ എഞ്ചിൻ ഓയിലിൻ്റെ ഭാഗം നമ്മൾ നോക്കണുണ്ട്. ഓയിലിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഓയിലാണ് കിടക്കുന്നത്. അത് വലിയ പഴക്കമായിട്ടില്ല. പൊടിക്ക് ലെവൽ കുറവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രം ഒന്ന് ടോപ്പ് അപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ആ ഓയിൽ അത് തന്നെ വേണമെങ്കിൽ നിലനിർത്താം കേട്ടോ. ഈ ചെറുതായിട്ട് ഓയിലിൻ്റെ കണ്ടൻറ്റ് ഓയിൽ ചിലവുണ്ട്, മൈന്യൂട്ടായിട്ട് ചെറിയൊരു പുകയുടെ പ്രശ്നം കാണിക്കുന്നുണ്ട് സൈലൻസറിൽ. അപ്പോൾ അതുള്ളത് കൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഈ ഓയിൽ ലെവൽ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഓയിൽ ലെവൽ കുറഞ്ഞു പോകാത്ത രീതിയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ മെയിനായിട്ട് ക്രാങ്ക് ഷാഫ്റ്റിലേക്കൊക്കെ ഓയിലിൻ്റെ പമ്പിങ് കുറഞ്ഞു കഴിഞ്ഞാൽ മേജറായിട്ടുള്ള കംപ്ലയിൻറ്റിലേക്ക് വരും. ഈ സിലിണ്ടർ പിസ്റ്റൺ ഹെഡിൻ്റെ ഭാഗത്തൊക്കെ ഏകദേശം നമുക്ക് നോർമൽ രീതിയിൽ യൂണിക്കോണൊക്കെ വരാറുള്ളതാണ്. ക്രാങ്ക് ഷാഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ നല്ല ഹെവി ലോഡ് ക്രാങ്കാണ്. അത് നമ്മൾ ഓയിലൊക്കെ കുറഞ്ഞ് ഓടിയാൽ മാത്രമാണ് അങ്ങനെ കംപ്ലയിൻറ്റ് വരാറുള്ളൂ സാധാരണ രീതിയിൽ.
അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ കേസ് ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്ക് മഫ്ലറിൻ്റെ ക്ലീനിങ്ങും കൂടി നടത്തിയിട്ട് വേണം പൊല്യൂഷൻ്റെ കേസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അതിടയ്ക്ക് എപ്പോഴേക്കും നോക്കിയിട്ട് ഒരു ഗ്യാപ്പ് പോലെ നോക്കി അറേഞ്ച് ചെയ്ത് അത് ചെയ്താൽ നന്നായിരിക്കും. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള വർക്കുകൾ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം. അതായത് ചെയിൻ സ്പോക്കറ്റ് മാറുന്നുണ്ട്, ചെയിൻ സ്പോക്കറ്റ് മാറണം, അതേപോലെ ബ്രേക്ക് ലൈനർ, വീൽ റബ്ബർ, സെൽഫ് മോട്ടറിൻ്റെ കാർബൺ മാറ്റിയിടാൻ, ആക്സിലേറ്റർ കേബിൾ, ക്ലച്ച് കേബിൾ, പിന്നെ ഇത്രയും കേസാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഓക്കെ.